ഞാൻ വന്നില്ല. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മീൻസ് അങ്ങ് ദൂരെയൊന്നുമല്ല, ഭൂതക്കുഴി എന്നിട്ടുണ്ടോ, ഓതറ ഉള്ളൊരു സ്ഥലമാണ് ഭൂതക്കുഴി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പൊളി സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടിന്ന് പോവാം. അപ്പോൾ ഞാനിന്ന് വലുതായിട്ട് വ്ളോഗ് ചെയ്യത്തില്ല. മീൻസ് കാര്യങ്ങളിങ്ങനെ പറയും, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട്. നമുക്ക് വ്ളോഗ് കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ വ്യൂ പോയിൻ്റ് കാണിക്കാം. ആ പൊളി സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. മാപ്പ് നോക്കിയപ്പോഴും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ പോയിൻ്റ് നോക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ പോകേണ്ട വഴി അത് അമ്മതിരല്ല, അതെല്ലാം പറഞ്ഞു തരാം. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്തു തരാം. അല്ലാതെ വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ചെണ്ടമേളം തപ്പുകുഴൽ വിളിനാദം തക്ക 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 തരികിട മേളം തയിൽ നാദസ്വരം പുലികളിയാട്ടം. ഇത് എന്റെ നാട് ഭൂമി മലയാളം. മാമല നാട് മലയാള നാട് മാവലി വാണൊരു നാട്. മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്കു വിരിച്ചൊരു പോക്ക്. കാടിളക്കി വരുന്ന മതയാന വാൾപ്പയറ്റിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച. ഭീഷണി വേണ്ട അതു മുതലാകൂല, ഏഷണി കൂട്ടാൻ നോക്കേണ്ട വേഗൂല. നരകത്തിലൊരു തരി വെളിച്ചം, പതനത്തിലും തല ഉയർത്തിയ ചരിത്രം. ഇവിടാരാന്റെ തന്തയ്ക്ക് പ്രാന്തെന്ന് കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല, ചുമ്മാ വീമ്പിളക്കില്ല മോനെ. മലയാളിക്കെന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. അപ്പോൾ ഗൈസ് നമ്മൾ വഴിയൊന്നും അറിയത്തില്ല. അവിടെ ഉള്ള ചേട്ടന്മാരോട് വഴിയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ വഴിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് പാടാണ് വഴി, ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ ആ വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ആളെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി പോകാം. ഈ വഴി നോക്കും വിരണ്ട നരകൾ, പകൽ മാന്യന്മാർ പരമദ്രോഹികൾ. ചങ്കുറപ്പന്റെ കൂടെ പിറപ്പ് വരും അംഗത്തിനായൊത്ത് കച്ചമുറുക്ക്. തല കുമ്പിട്ട് നിൽക്കാതെ നെഞ്ചു വിരിക്ക്, അങ്ങ് കൊമ്പത്തയെ മാനും മുട്ടും മടക്കും. ഇനി എന്തിനു കപട സദാചാരം കൊലപാതകം. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഭയങ്കര ചെറിയ വഴിയാണ്. അത്യാവശ്യം ഓഫ് റോഡിങ് ഈ വഴി കൂടെ വേണമെങ്കിൽ വരാം. മൊത്തം എക്സ്ട്രീം ഒന്നല്ല, അത്യാവശ്യം ചെറുതായിട്ടൊക്കെ. നമസ്കാരം. പോലീസുകാർ എന്തെങ്കിലും പേടിക്കേണ്ട, അവർ ഈ വഴി വരത്തില്ല. പൊളി വഴിയുള്ള ഏരിയയാണ്. ഇപ്പോഴേ ഇത് കിട്ടിക്കാണ് എത്ര വൈവായിരിക്കും സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി പൊളി ലൊക്കേഷനാണ്, രക്ഷയില്ല സ്ഥലമാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, ഭൂതക്കുഴി എന്ന് പറഞ്ഞത്. അപ്പോൾ പലരും കേട്ട് കാണത്തില്ല ഭൂതക്കുഴി എന്തുവാന്ന്. ഇപ്പോൾ ഭൂതക്കുഴി ഞാൻ കാണിച്ചു തരാം എന്തുവാ. നമ്മളപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അമ്മാതിരി ഒരു ലൊക്കേഷനാണ് ഇത്. മിക്കവാറും ആർക്കും അറിയാത്തൊരു പ്ലേസാണ്. നോക്കാം, അവിടെ പലരും കുറേ പേര് നിൽപ്പുണ്ട് താഴെയൊക്കെ. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്ന പക്ക ഏരിയ ആണ്. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, പൊളി സ്പോട്ടാണ്, രക്ഷയില്ലാത്ത. ഇവിടെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല മീൻസ് ഇപ്പോൾ ഇത് കണ്ടില്ലേ, അവിടെ നല്ല അത്യാവശ്യം നല്ല പാറ വെള്ളവും അങ്ങനത്തെ കെട്ടാണ്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കിയാലും അതേ അവസ്ഥ, പൊളി ലൊക്കേഷൻ. ഇത് നമ്മൾ ദൂരെ ഞങ്ങൾ ഗോപ്രോയിൽ നിന്നൊരു ഷൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. ദൂരെ നോക്കിയാൽ പക്ക മറ്റേ ലവിൻ്റെ ചിഹ്നം വരത്തില്ല, അമ്മാതിരി സംഭവമാണ് അവിടെ. അത് ഞാൻ കാണിക്കാം നിങ്ങളെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണത്തില്ല.
അത് കണ്ടില്ലേ? അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണത്തില്ല. ഗോപ്രോയിൽ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അതിൽ പക്ക ഏരിയ ആണ്. നമ്മൾ ഈ എന്തുവാ പാണ്ഡവപ്പാറ അങ്ങനത്തെ ഐറ്റമൊക്കെ നോക്കുമ്പോൾ അത് വെച്ച് പക്ക പ്ലേസാണ് കേട്ടോ. രക്ഷയില്ലാത്ത പ്ലേസ്, നല്ല വൈബ് കിട്ടുന്ന സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ മഴയുള്ള സമയത്താണ് വന്നത്, അതുകൊണ്ട് ഇത്തിരി പേടി. താഴോട്ട് പോകാനൊക്കെ ഉണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ തെന്നുവോ എന്നുള്ളൊരു ചെറിയ പേടി കാരണമാണ് താഴോട്ട് പോകാതെ. ഉണ്ട് അവിടെ നമ്മുടെ ചങ്കുള്ളികളെല്ലാം കൂടെ വന്ന് ഫോട്ടോ എടുക്കുക. ഞാൻ വന്നില്ല, ഞാൻ വന്നില്ല. എങ്ങോട്ട് നോക്കും? എടുത്തു കണ്ണടച്ചെന്ന് കേട്ടോ. ഇത് പിടിക്കുന്ന ആവശ്യമില്ല. അത് എടുത്തോട്ടെ, ഞാൻ ബ്ലോഗ് എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഗോപ്രോയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത മറ്റേ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല മറ്റേ ലവ് ചിഹ്നത്തിൻ്റെ ഇത് കാണിക്കാം. ഇത് സംഭവം ഇതാ ഉദ്ദേശിച്ച്. ഇത് അവർ ഇനി അങ്ങനെ ആക്കിയതാണോ അതോ തന്നെ ആയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പൊളി ലൊക്കേഷനാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞ ആൾ കൊണ്ട് അവിടെ നിൽക്കുന്നു, ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെയാണ് കൊണ്ട് അവിടെ ആൾക്കാർ ഇത് മീൻ പിടിക്കാനും ഫോട്ടോഗ്രാഫി അങ്ങനത്തെ പരിപാടിക്കൊക്കെ താഴെ നിൽപ്പുണ്ട്. എനിക്ക് താഴെ ഇറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അറിഞ്ഞുകൂടാ താഴെ ഇറങ്ങാൻ പറ്റുമോ. ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ വഴി കൂടെ കയറി നോക്കിയായിരുന്നു. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ആ വഴി ഞാൻ പോകുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു പോകാൻ പറ്റത്തില്ല, പേടി പോലെയൊക്കെ. അപ്പോൾ മിക്കവാറും അത് ക്യാൻസലാക്കും. പക്ഷെ ഈ രണ്ട് സൈഡ്, ഈ സൈഡും ഇപ്പുറത്തെ സൈഡിലും സംഭവമുണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് വലിയ ഓളവില്ല, ഈ സൈഡ് രക്ഷയില്ലാത്ത കാര്യം. കളർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പോളി സ്ഥലമാണ്. ചൂണ്ടയിടാനൊക്കെ ആണെങ്കിൽ കിടക്കാച്ചി പ്ലേസ് ആയത്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അറിയത്തില്ല, നമുക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം. വൈബുള്ള ഏരിയയാണ്. പിന്നെ ഭയങ്കര വൈബല്ലേ? ഇത്രയും വൈബുള്ള ഏരിയ വേറെ എവിടെ കിട്ടുന്നില്ല. ഗൈസ്, നമുക്ക് ഇതിൻ്റെ താഴോട്ട് പോകാനൊരു പ്ലാനുണ്ട്. മീൻസ് ഇതിൻ്റെ ഉണ്ടെങ്കിൽ താഴോട്ട് ചാടുമല്ല, അവിടെ ചെന്നിട്ട് അവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊരു ചെറിയ പ്ലാനുണ്ട്. അപ്പോൾ അത് സെറ്റാക്കണം. അതുകൊണ്ട് നമ്മുടെ സുവിൻ ബ്രോ, നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്നു സുവിൻ ബ്രോ ഉണ്ടായിരുന്നു, നമ്മുടെ ഡ്രൈവറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തെറി വിളിച്ച് വൈറലായിരുന്നു, ഈ പ്രാവശ്യം തെറി വിളിച്ച് വൈറൽ. അപ്പോൾ നമ്മൾ ആരും പോകാത്ത വഴി കൂടെ നമ്മൾ കണ്ട് സഞ്ചരിച്ച് പോകണം. ബാക്കി എല്ലാവർക്കും വരാൻ പേടി. അപ്പം പിന്നെ നമ്മൾ ആ വഴി കൂടെ പോവാണ്. നമ്മൾ കാർത്തിക് സൂര്യമച്ചാൻ്റെ ഡെയർ ടു ഡ്രീം ആണ് ഉദ്ദേശിച്ച് നമ്മൾ പോകുന്നത്. അപ്പോൾ പൊളി വൈബായിരിക്കും. നോക്കാം, ബാക്കിയുള്ളവരെ കൊണ്ട് പറ്റാത്ത നമ്മൾ ചെയ്യുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം. വാ വാ വാ, പൊളിയാ. കൊണ്ട് പേടിച്ച ഒരാളവിടെ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. പൊളി വൈബാ, വാ. ഇവിടുന്ന് വഴിയുണ്ട്. ആ അപ്പം നമ്മൾ കൊണ്ട് താഴോട്ട് പോകാനൊരു വഴി തപ്പി പോവാണ്. അപ്പോൾ അയ്യോ, ഇതെന്ത് ഇത്? എന്ത് ഇത്? കാണാൻ തോന്നുന്നു. ചെറുതായിട്ട് സഞ്ചരിച്ച് നോക്കട്ടെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ നമ്മൾ സഞ്ചരിച്ച് ലാസ്റ്റ് ഇവിടെ കയറി ചെന്ന് ഏതാ വഴി, സ്ഥലം ഉണ്ടോയെന്ന് ആദ്യം നമ്മൾ നോക്കണം. സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ആ വഴി അവരെ വിളിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ഇതെന്തോ ഉള്ള സാധനം ആർക്കറിയാം. പിന്നെ ഇവിടെ പാമ്പും പഴുതാരിയൊന്നും കാണല്ലേ. ഇത് ധൈര്യത്തിന് ഇനി പോകുന്നതാണ്. പണ്ട് ഇവിടെ വഴി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം നമുക്ക് പാത കാണുമ്പോൾ അറിയാമല്ലോ അവിടെ നിന്ന് ആൾക്കാർ നടന്നിട്ടുണ്ടോ ഇല്ലയോ. അങ്ങനെയൊക്കെ ഒരു ചെറിയ പാതയൊക്കെ ഞാൻ കണ്ടുവരുന്നുണ്ട്. യെസ്, ഇവിടെ വഴിയുണ്ട്. കം ഓൺ ഗൈസ്, നമുക്ക് പോവാം. ഓ മൈ ഗോഡ്, ഇവിടെ എൻഡിങ് ആണ് ഗൈസ്. ഞാൻ വീണ്ടും മൂഞ്ചി. ഇല്ല, എൻഡിങ് അല്ല, ഇവിടെ വഴിയുണ്ട്. വഴി കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. നമ്മളിപ്പോൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് സെറ്റായി. യാമാൻ, പോളി, ഞാൻ കണ്ടുപിടിച്ചു. രക്ഷയില്ല, ഞാൻ കണ്ടുപിടിച്ചു. ഈ വഴി താഴോട്ട് ഇറങ്ങാൻ പറ്റിയിട്ട്. യെസ്, ഇവിടെ വീടൊക്കെ ഉണ്ട് ഗൈസ്.
ലാസ്റ്റ് കണ്ടുപിടിച്ച് വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. താഴോട്ട് ഇവിടുന്ന് വഴി കാണും. ഇതിപ്പോൾ നമ്മൾ ചോദിക്കാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഏത് വഴിയാണ്? വഴി പോകാൻ പറ്റുമായിരിക്കും.